നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. CPMന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് ഹംസയുടെ സ്ഥാനാർത്ഥിത്വമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. കുഞ്ഞനന്തന്റെ മരണമടക്കമുള്ള എല്ലാ ദുരൂഹതകളെപ്പറ്റിയും അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോട്ടയത്ത് സമരാഗ്നി ജാഥയ്ക്ക് സ്വീകരണം. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയുടെ മുഖഛായ മാറുന്നു. 10 നിലകളിലായി മൾട്ടി സ്പെഷ്യാലിറ്റി മന്ദിരം പണിയുന്നു. മണ്ണെടുപ്പ് തുടങ്ങി. കോട്ടയം ജില്ലയിൽ 1210 കുടുംബങ്ങൾക്ക് കൂടി പട്ടയമായി. നിരവധി കുടുംബങ്ങളുടെ കണ്ണീരൊപ്പി ജില്ലാതല പട്ടയമേള. വാർത്തകൾ വിശദമായി. ഹംസയുടെ സ്ഥാനാർത്ഥിത്വം CPMന്റെ രാഷ്ട്രീയ പാപ്പരത്തമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. കുഞ്ഞനന്തന്റെ മരണമടക്കമുള്ള എല്ലാ ദുരൂഹതകളെപ്പറ്റിയും അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. സമരാഗ്നിയുടെ ഭാഗമായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഹംസയുടെ സ്ഥാനാർത്ഥിത്വം CPMന്റെ രാഷ്ട്രീയ പാപ്പരത്തമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴുത്തിന് പിടിച്ച് പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് ഹംസ ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് സുധാകരൻ ചോദിച്ചു. സമരാഗ്നിയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുധാകരൻ. കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്നും കേരളത്തിലെ 3.25 കോടി ജനങ്ങളും ഇത് നാണക്കേടാണെന്നും ഹംസ നേരത്തെ നടത്തിയ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമാണ്. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ലീഗിൽ നിന്ന് 2023 പുറത്താക്കപ്പെട്ടയാളാണ് ഇദ്ദേഹം. CPMന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇത് കാണിക്കുന്നത്. ഹംസ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്നതാണ് വസ്തുത. അതിൽ ഇപ്പോഴും ഹംസ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് ഞങ്ങൾക്കറിയേണ്ടതൊരു കാര്യം. TP ചന്ദ്രശേഖരനും പിണറായി വിജയനും ഇടയിലുണ്ടായ വ്യക്തിപരമായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമായതെന്നും കെ സുധാകരൻ പറഞ്ഞു. കുഞ്ഞനന്തന്റെ മരണമടക്കം എല്ലാ ദുരൂഹതകളും മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. TP കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് CBI അന്വേഷണം നടത്തേണ്ട സമയം ഇതാണെന്നും അന്വേഷണം നടന്നാൽ അത് എവിടെ എത്തി നിൽക്കുമെന്ന് എല്ലാവർക്കും അറിയാമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഗൂഢാലോചനയെക്കുറിച്ചൊരു CBI അന്വേഷണത്തിന് ഏറ്റവും നല്ല സമയം ഇതാണ്. ഏറ്റവും നല്ല സമയം ഇതാണ്. കാരണം ഹൈക്കോടതി ഇത് റീഓപ്പൺ ചെയ്തിരിക്കുക. കുറേ കൂടി വൈഡർ കോൺസ്പിറസി ഇതിനകത്തുണ്ട് എന്ന് ഹൈക്കോടതി കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയെക്കുറിച്ച് ഒരു വലിയ അന്വേഷണത്തിൻ്റെ ആവശ്യം സമാഗതമായിരിക്കുകയാണ്. അതിൻ്റെ റൈറ്റ് ടൈമാണ്. ആ അന്വേഷണം നടത്തിയ എവിടെ പോയി ആ അന്വേഷണം നിൽക്കുമെന്ന് കേരളത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. 25-ന് UDF സീറ്റ് വിഭജനം പൂർത്തിയാകും. ലീഗുമായി ചർച്ച നടക്കാനിരിക്കുമ്പോൾ അതേക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിക്ക് പുതിയ ബഹുനില മന്ദിരം പണി ഉടൻ ആരംഭിക്കും. കിഫ്ബി അനുവദിച്ച 220 കോടി രൂപ മുടക്കിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പണിയുന്നത്. കെട്ടിടം പണിക്കായി മണ്ണ് മാറ്റി തുടങ്ങി. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയുടെ മുഖഛായ മാറുന്നു. 220 കോടി രൂപ ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 10 നിലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഒരുങ്ങുന്നത്. 2.86 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ മന്ദിരം പണിയുന്നത്. മന്ദിരം നിർമ്മിക്കുന്നതിന്റെ ആദ്യപടിയായി മണ്ണെടുക്കൽ തുടങ്ങി. കോമ്പൗണ്ടിൽ നിന്നും നീക്കം ചെയ്യുന്ന മണ്ണ് ഏറ്റുമാനൂർ, കോട്ടയം മണ്ഡലങ്ങളിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കും. ആദ്യഘട്ടമായി 129 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്. അർദ്ധ സർക്കാർ സ്ഥാപനമായ ഇൻഗലിനാണ് നിർമ്മാണ ചുമതല. തറക്കല്ലിട്ട് പണികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. ഏറ്റുമാനൂർ ബൈപ്പാസുമായി ബന്ധപ്പെട്ടും അതുപോലെ കോട്ടയത്തും ആവശ്യമായ മണ്ണുകൾ നീക്കം ചെയ്യുമ്പോൾ ഈ മണ്ണിൻ്റെ ഒരു പ്രശ്നം ഇവിടെ അവസാനിക്കും. അതുപോലെ നമ്മൾ എത്രയും വേഗം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ജനറൽ ആശുപത്രിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് 220 കോടി രൂപയുടെ ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്നത് തറക്കല്ലിട്ട് അതിൻ്റെ പണി എത്രയും വേഗം പുരോഗമിക്കും. അത് ഏതാണ്ട് 2 വർഷം കൊണ്ടാണ് ഈ പണി പൂർത്തീകരിക്കുക. 2 വർഷം കൊണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പൂർത്തിയാക്കാനാണ് തീരുമാനം. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം എന്നോണമാണ് നേത്ര ചികിത്സാ വിഭാഗം പൊളിച്ചു നീക്കി താൽക്കാലിക സംവിധാനം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിൽ 1210 കുടുംബങ്ങൾ കൂടി ഭൂമിയുടെ അവകാശികളായി. പട്ടയങ്ങൾ മന്ത്രി VN വാസവൻ വിതരണം ചെയ്തു.
കോട്ടയം ജില്ലയിൽ 1210 കുടുംബങ്ങൾ കൂടി ഭൂമിയുടെ അവകാശികളായി. സംസ്ഥാനതല പട്ടയമേളയുടെ ഭാഗമായി കോട്ടയം KPS മേനോൻ ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. കോട്ടയത്ത് നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പട്ടയങ്ങൾ വിതരണം ചെയ്തു. പട്ടയമേള അർഹരായ എല്ലാ കുടുംബങ്ങളെയും ഭൂമിയുടെ അവകാശികളാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പട്ടയങ്ങൾ അനുവദിക്കുന്നതെന്നും 1.5 ലക്ഷം പേർക്ക് സംസ്ഥാനത്ത് ഇതിനകം പട്ടയം നൽകിക്കഴിഞ്ഞതായും മന്ത്രി VN വാസവൻ പറഞ്ഞു. സാധാരണക്കാരെ സംബന്ധിച്ചോളം തങ്ങളുടെ ഭൂമിക്ക് കൃത്യമായ രേഖ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ധർമ്മ നിമിഷങ്ങളാണ്. ഇപ്പോൾ ഈ ജില്ലയിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എത്രയോ നാളുകളായി കാത്തിരിക്കുന്ന 1300-ലധികം ആളുകൾക്കാണ് ഇപ്പോൾ ഇന്ന് പട്ടയം കൊടുക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ താലൂക്കുകളിലും ഏറിയും കുറഞ്ഞും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പട്ടയം കൊടുക്കുന്നത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ്. ആ മേഖലയിലാണ് ഈ പ്രശ്നം ഗൗരവമേറി നിൽക്കുന്നത് നമുക്കറിയാം. MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, CK ആശ, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, മാണി C കാപ്പൻ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ജോബ് മൈക്കിൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, സബ് കളക്ടർ D രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ 807 പട്ടയങ്ങളും കോട്ടയം താലൂക്കിൽ 122-ഉം മീനച്ചിൽ താലൂക്കിൽ 210-ഉം ചങ്ങനാശ്ശേരി താലൂക്കിൽ 34-ഉം വൈക്കം താലൂക്കിൽ 40 പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജാഥയ്ക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. PC വിഷ്ണുനാഥ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സമരാഗ്നി ജാഥയ്ക്ക് കോട്ടയത്ത് സ്വീകരണം. വ്യാഴാഴ്ച രാത്രി ഏറെ വൈകിയാണ് സമരാഗ്നി ജാഥ കോട്ടയത്തെത്തിയത്. പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷയില്ലെന്നും K സുധാകരൻ പറഞ്ഞു. വാളയാറും വണ്ടിപ്പെരിയാറും ഇതിനുദാഹരണമാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് നാശം വിതയ്ക്കുന്ന സർക്കാരാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരത്തിലുള്ളതെന്ന് K സുധാകരൻ പറഞ്ഞു. ഇത്രയും ദയനീയമായ കൊലപാതകം നടത്തിയ ഒരു കേസിൽ പോലും അതിന്റെ യഥാർത്ഥ പ്രതി അതിനെ രക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് പരിശ്രമിക്കുന്നു എന്ന് വന്നാൽ അത് എന്ത് സർക്കാർ? അവർക്ക് എന്ത് നീതിബോധം? അവർക്ക് എന്ത് കൂറ് ജനങ്ങളോട്? അവർക്ക് എന്ത് ബാധ്യത സമൂഹത്തോട്? അത്തരം ഒരു ഗവൺമെന്റിന്റെ കീഴിലാണ് ഞാനും നിങ്ങളും എന്തോർക്കണം. പിണറായി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയാ. ഒരുപാട് ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരെ കണ്ട നാടാണ് ഈ നാട്. പക്ഷെ ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നു, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു ഭരണം തനിക്ക് പണമുണ്ടാക്കാൻ, പണം അടിച്ചെടുക്കാൻ, കോടാനുകോടികൾ ഉണ്ടാക്കാൻ, സ്വന്തം മക്കളെ സാമ്പത്തിക ശേഷിയുള്ളവരാക്കി മാറ്റാൻ ശ്രമിച്ച ഒരൊറ്റ മുഖ്യമന്ത്രിയും പിണറായി വിജയന് തുല്യമായി കേരളത്തിലും ഇല്ല, ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ടാവില്ല. AICC ജനറൽ സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA കോട്ടയത്തെ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിനെ താഴെയിറക്കാൻ ഒരേ മനസ്സോടെ UDF-കാർ പ്രവർത്തിക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. സ്ത്രീകളും കുട്ടികളുമടക്കം പച്ചയോടെ 100 കണക്കിന് ആളുകളെ തീ കൊളുത്തി കൊന്നു മണിപ്പൂരിൽ. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഒന്ന് പോയോ? തൃശ്ശൂരിൽ കല്യാണത്തിന് വന്നു നരേന്ദ്രമോദി. ഈ പാവപ്പെട്ടവൻ മരിച്ചു വീഴുന്ന മണിപ്പൂരിൽ പോയോ? ആരാ പോയത്? വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവുകളിലൂടെ നിർഭയനായി നടന്നു നീങ്ങി ആ പാവങ്ങളെ ചേർത്ത് പിടിച്ചത് ആരാണ്? നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി. കോൺഗ്രസ് ആണ്. സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ കോൺഗ്രസ്. DCCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് അധ്യക്ഷത വഹിച്ചു. MPമാരായ കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്, KC ജോസഫ്, ജോസഫ് വാഴക്കൽ, MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ, മാത്യു കുഴൽനാടൻ, VP സജീന്ദ്രൻ, അജയ് തറയിൽ, ഷാനിമോൾ ഉസ്മാൻ, അബ്ദുൾ മുത്തലിബ്, ജോസി സെബാസ്റ്റ്യൻ, PS സലീം, MJ ജോബ്, ടോമി കല്ലാനി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങൾ സാക്ഷാത്കരിക്കാൻ സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു. നാട്ടകം പോളിടെക്നിക് കോളേജിൽ പുതുതായി നിർമ്മിച്ച ലാബോറട്ടറി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി.
വിദ്യാർത്ഥികൾ ഒരാശയം മുന്നോട്ട് വെച്ചാൽ സാക്ഷാത്കരിക്കാൻ സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കോട്ടയത്ത് നാട്ടകം പോളിടെക്നിക് കോളേജിൽ 4.65 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പുതിയ ലബോറട്ടറി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ പോളിടെക്നിക് കോളേജുകളിലും യങ് ഇന്നവേറ്റേഴ്സ് ക്ലബ്ബ് രൂപീകരിക്കാൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ക്യാമ്പസുകളിലും യങ് ഇന്നവേറ്റേഴ്സ് സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊഴിൽ പരിചയം നേടാനായി നടപ്പാക്കിയ ഏൺ വൈൽ യു ലേൺ പദ്ധതി വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ക്യാമ്പസിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഏൺ വൈൽ യു ലേൺ, അതായത് പഠിക്കുമ്പോൾ തന്നെ തൊഴിലാഭിമുഖ്യവും സമ്പാദ്യശീലവും എല്ലാം വളർത്താൻ കഴിയുന്ന രീതിയിൽ ജോലി ചെയ്യുകയും പഠിക്കുകയും ഒപ്പം കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള ഏൺ വൈൽ യു ലേൺ എന്നുള്ള സമീപനങ്ങളുടെ ഭാഗമായിട്ട് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി വിജയകരമായ നിലയിലാണ് നമ്മുടെ പോളിടെക്നിക് കോളേജുകളിൽ കൊണ്ടുപോകുന്നത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, കോട്ടയം നഗരസഭാംഗങ്ങളായ ദീപാമോൾ, എസ് ജയ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ M രാമചന്ദ്രൻ, കോളേജ് പ്രിൻസിപ്പൽ ഷാജൻ ജേക്കബ്, PTA വൈസ് പ്രസിഡന്റ് ND ബാലകൃഷ്ണൻ, അലുമിനി അസോസിയേഷൻ അംഗം P പ്രവീൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. 4.65 കോടി രൂപ മുടക്കി 1475.55 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 3 നിലകളോട് കൂടിയ കെട്ടിടമാണ് പണിതീർത്തത്. താഴത്തെ നിലയിൽ കെമിസ്ട്രി ലാബ്, ഫിസിക്സ് ലാബ്, എൻവയോൺമെന്റൽ ലാബ് എന്നിവയും 1-ാം നിലയിൽ പോളിമർ ലാബ്, മലയാളം ടൈപ്പിംഗ് ലാബ്, ഇംഗ്ലീഷ് ടൈപ്പിംഗ് ലാബ് എന്നിവയും 2-ാം നിലയിൽ പരീക്ഷാ ഹാളും സ്റ്റേജുമാണ് ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി. പിണറായി വിജയന്റേത് അക്രമ രാഷ്ട്രീയമാണെന്ന് കെ സുധാകരനും റബ്ബർ കർഷകരെ സംസ്ഥാന സർക്കാർ വഞ്ചിക്കുന്നുവെന്ന് VD സതീശനും പറഞ്ഞു. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര കോട്ടയം ജില്ലയിൽ എത്തി. പാലായിലായിരുന്നു ആദ്യ സ്വീകരണം. പാലാ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ ഒത്തുചേർന്ന പ്രവർത്തകർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നേതാക്കന്മാരെ ടൗൺ ചുറ്റി സമ്മേളന വേദിയായ പുഴക്കര മൈതാനിയിലെ ഉമ്മൻചാണ്ടി നഗറിലേക്ക് തുറന്ന വാഹനത്തിൽ ആനയിച്ചു. UDF കോട്ടയം പാർലമെന്റ് സ്ഥാനാർത്ഥി K ഫ്രാൻസിസ് ജോർജും ഇവരോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു. പ്രകടനത്തിന് മുന്നിലായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് ഇരുചക്ര വാഹന റാലി സംഘടിപ്പിച്ചു. AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പിണറായിയുടേത് അക്രമ രാഷ്ട്രീയമെന്ന് കെ സുധാകരൻ പറഞ്ഞു. ബാംഗ്ലൂരിലെ കോളനിയിൽ പോയി കേസ് കൊടുത്തിരിക്കുന്നു ഇപ്പം. പക്ഷേ അവിടെ അവർക്കെതിരായ അഭിപ്രായ പ്രകടനം കോടതി നടത്തിക്കഴിഞ്ഞു. അല്ലെങ്കിൽ നാളെ എക്സാലോജിക് കേസിൽ അച്ഛനും മോളും ഒന്ന് കുടുങ്ങും എന്ന് അങ്ങനെ ആളുകളെ വിടാൻ പറ്റുമോ? ഈ രാജ്യത്തെ പൊതുഭരണരംഗം തകർത്ത് തരിപ്പണമാക്കി കുടുംബത്തിന് വേണ്ടി ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അങ്ങനെ വിടാൻ പറ്റുമോ? റബ്ബർ കർഷകരെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് VD സതീശനും പറഞ്ഞു. CPM സംഘപരിവാർ യോജിപ്പാണ് കേരളത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആ ഇന്ത്യ അത് ആരുടെ ഇന്ത്യയാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ധീരന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോര കൊടുത്തു പടുത്തുയർത്തിയ നമ്മുടെ രാജ്യം. ഇന്ന് ആ രാജ്യം ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ സംഘപരിവാർ ഭരണകൂടം ശ്രമിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച വാക്കുകൾ, ജനാധിപത്യം, മതേതരത്വം എന്നുള്ള വാക്കുകൾ, ആ വാക്കുകളെ സംരക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ്? നമുക്കാണ്, നമുക്ക് മാത്രമാണ് എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ആന്റണി MP, ചാണ്ടി ഉമ്മൻ MLA, മാണി സി കാപ്പൻ MLA, മോൻസ് ജോസഫ് MLA, ജോൺസ് കുന്നപ്പള്ളി, ടോമി കല്ലാനി, നാട്ടകം സുരേഷ്, ഷാനിമോൾ ഉസ്മാൻ, ജോബി സെബാസ്റ്റ്യൻ, AK ചന്ദ്രമോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോസഫ് മാഴക്കൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ.
2.5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് 92 പാലങ്ങൾ പൂർത്തിയാക്കിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. പുതുതായി പണിത ചേർപ്പുങ്കൽ പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാത്തിരിപ്പിന് വിരാമമായി. കടുത്തുരുത്തി പാലാ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ചേർപ്പുങ്കൽ കൊഴുവനാൽ റോഡിൽ മീനിച്ചിലാറിന് കുറുകെ പുതുതായി നിർമ്മിച്ച ചേർപ്പുങ്കൽ പാലം നാടിന് സമർപ്പിച്ചു. 2.5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് 92 പാലങ്ങൾ പൂർത്തിയാക്കിയതായി ഉദ്ഘാടനം നിർവഹിച്ച് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ 3 വർഷം കൊണ്ട് തന്നെ ലക്ഷ്യത്തിനടുത്തെത്താൻ സർക്കാരിനായി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 6 വരിപ്പാത 2025 പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ കാർഷിക വികസന മേഖലയിൽ കാരണമാണ്. തീരദേശ 9 ജില്ലകളിലൂടെ കടന്നു പോകുന്ന 600 കിലോമീറ്റർ ഇതും യാഥാർത്ഥ്യമാകുന്നു. ഇങ്ങനെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് LDF സർക്കാർ ഈ 7 വർഷക്കാലം തീരുമാനമെടുത്തിട്ടുണ്ട്. ചേർപ്പുങ്കൽ മാർസ്ലീവ പരീക്ഷാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായിരുന്നു. പല പ്രതിസന്ധികളുണ്ടായിട്ടും സർക്കാരിന്റെ ഇച്ഛാശക്തിയിലൂടെയാണ് ചേർപ്പുങ്കൽ സമാന്തര പാലം പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. MP-മാരായ തോമസ് ചാഴിക്കാടൻ, ജോസ് കെ മാണി, MLA-മാരായ മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായി. പൊതുമരാമത്ത് വകുപ്പ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MD ഷാബു പങ്കെടുത്തു. പാലം നിർമ്മിച്ച മുളമൂട്ടിൽ കൺസ്ട്രക്ഷൻസ് ഉടമ MM മാത്യുവിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള നെല്ല് സംഭരണ, സംസ്കരണ, വിപണന സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള ആധുനിക റൈസ് മില്ലിന്റെ ശിലാസ്ഥാപനം ശനിയാഴ്ച നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കിടങ്ങൂരിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ ശിലാസ്ഥാപനം നിർവഹിക്കുമെന്ന് കാപ്കോസ് പ്രസിഡന്റ് KM രാധാകൃഷ്ണൻ, സെക്രട്ടറി KJ അനിൽകുമാർ, സംഘാടക സമിതി ചെയർമാൻ PN ബിനു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ആധുനിക മില്ലിനോടൊപ്പം തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കൂടെ ഇതിന്റെ ഭാഗമായി പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഈ മില്ലിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തിന് ഏകദേശം 40 കോടി രൂപ ആവശ്യം. പ്രോജക്റ്റ് എന്ന് പറയുന്ന ടോട്ടൽ 80 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. AI ജനറേഷൻ വീഡിയോ ആൽബം എന്നും നീ അരികിൽ റിലീസ് ചെയ്തു. കേരളത്തിൽ ആദ്യമായാണ് ഈ രീതിയിൽ ഒരു ആൽബം പുറത്തിറങ്ങുന്നത്. മലയാളത്തിലാദ്യമായി AI ജനറേറ്റഡ് വീഡിയോ ആൽബം എന്നും നീ അരികിൽ റിലീസ് ചെയ്തു. നിരവധി സംഗീത ആൽബങ്ങൾക്ക് രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച സിനോ ആന്റണിയാണ് ഇതിന്റെ രചനയും സംഗീതവും ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും AI ജനറേറ്റഡ് വീഡിയോ ആയി ചിത്രീകരിച്ച ഈ റൊമാൻറ്റിക് സംഗീത ആൽബം ഇതിനോടകം തന്നെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞു. അരികിൽ ഒരു തണലായി നീ എന്നും എന്നരികിൽ വന്നു, തോര പെയ്തൊരു മഴ തൻ കുളിരിൽ ഇളം ചൂടായി നീ തഴുകി. 1000 മോഹമായി 1000 സ്വപ്നമായി 1000 മോഹമായി 1000 സ്വപ്നമായി നീ എന്നിൽ പെയ്തു. ഗണേഷ്, ജോൺസൺ പീറ്റർ എന്നിവർ പാടിയ ഈ ഗാനം വാലന്റൈൻസ് ഡേ ദിനത്തിലാണ് റിലീസ് ചെയ്തത്. ജോജി മാനുവലാണ് എഡിറ്റിംഗ്. നോബൽ ജോസ് ഓർക്കസ്ട്രേഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നു. അഡീഷണൽ പ്രോഗ്രാമിൻ വിൻവി വർഗീസും സൗണ്ട് ഡിസൈൻ ജയദേവൻ, വാസുദേവൻ എന്നിവരുമാണ്. ഡ്രോപ്സ് മീഡിയ എന്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലിലാണ് ഈ സംഗീത ആൽബം റിലീസ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വിവിധ ആവശ്യങ്ങളുമായി ഗ്രാമീണ ബാങ്ക് ജീവനക്കാർ നടത്തിയ പണിമുടക്ക് കോട്ടയം ജില്ലയിൽ പൂർണ്ണമായിരുന്നു. ജീവനക്കാർ സംക്രാന്തി റീജിയണൽ ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. BEFI ജില്ലാ സെക്രട്ടറി KK ബിനു സമരം ഉദ്ഘാടനം ചെയ്തു. അറിയിപ്പ്. നോർക്ക റൂട്ട്സ് എറണാകുളം മേഖലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷന് വേണ്ടി മാർച്ച് 7-ന് കോട്ടയത്ത് ജില്ലാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് അവസരം. രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് www.norcaroots.org.
ലോക്സഭാ ഇലക്ഷൻ 2024-നോടനുബന്ധിച്ച് പാലാ സബ് ഡിവിഷൻ പരിധിയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നു. താൽപര്യമുള്ളവർ 25/2/2024 തീയതിക്ക് മുമ്പായി അവരവരുടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPMന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് ഹംസയുടെ സ്ഥാനാർത്ഥിത്വമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. കുഞ്ഞനന്തന്റെ മരണമടക്കമുള്ള എല്ലാ ദുരൂഹതകളെപ്പറ്റിയും അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോട്ടയത്ത് സമരാഗ്നി ജാഥയ്ക്ക് സ്വീകരണം. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയുടെ മുഖഛായ മാറുന്നു. 10 നിലകളിലായി മൾട്ടി സ്പെഷ്യാലിറ്റി മന്ദിരം പണിയുന്നു. മണ്ണെടുപ്പ് തുടങ്ങി. കോട്ടയം ജില്ലയിൽ 1210 കുടുംബങ്ങൾക്ക് കൂടി പട്ടയമായി. നിരവധി കുടുംബങ്ങളുടെ കണ്ണീരൊപ്പി ജില്ലാതല പട്ടയമേള. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.